യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാമത്തെ അധ്യായം 23 മുതൽ 25 വരെയുള്ള വേദഭാഗം ദയവായി വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സസ്. അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവെ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഈ തിരുവചന ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ചിന്തിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിന്ന് വായിച്ചതാകുന്ന ഈ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രാധാന്യതയോടെ, അല്ലെങ്കിൽ ആ സുവിശേഷം എഴുതുവാനായിട്ട് ഉള്ള ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്തെന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ആ ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇന്ന് വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പർപ്പസ് ഞാൻ എല്ലാ ആഴ്ചയിലും ഓർപ്പിക്കാറുണ്ട്. 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യമാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് അതിൻ്റെ ഓതർ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്ത് നമ്മൾ ചിന്തിച്ചു വന്ന തിരുവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വേദഭാഗമാണിത്. 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിൻ്റെ മഹത്വം എന്താണെന്ന് ഈ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. യേശു ആരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. 1-ാമത്തെ അധ്യായം മുഴുവൻ അത് നമ്മൾ കണ്ടു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ യേശുവിൻ്റെ തേജസ് കാണുവാനായി, യേശുവിൻ്റെ തേജസ് കണ്ടവനാകുന്ന യോഹന്നാൻ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി യേശു ആരാണ്, യേശു എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് വിവരിക്കുന്നത്. നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗത്ത് ഈ 2 കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. 1, യേശുവിൻ്റെ മഹത്വം. 2, യേശുവിൻ്റെ മഹത്വം കണ്ടാൽ യേശുവിലുള്ള വിശ്വാസം. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം. 1, യേശുവിൻ്റെ മഹത്വം ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുവിന് എല്ലാവരെയും അറിയുവാൻ കഴിയും. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിയാം. 3 കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട്. 2, 25-ാം വാക്യം, മനുഷ്യനിൽ ഉള്ളതെന്ത്
എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ. 3, തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പോൾ യേശു കർത്താവിൻ്റെ എല്ലാം അറിയുവാൻ കഴിയുന്ന, സകലവും അറിയുവാൻ കഴിയുന്ന, ചിന്തകളെ അറിയുവാൻ കഴിയുന്ന, ഭാവങ്ങളെ അറിയുവാൻ കഴിയുന്ന, വിചാരങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, എല്ലാ കാര്യങ്ങളും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന, പഴയ നിയമത്തിൽ അല്ല പുതിയ നിയമത്തിലും എല്ലാം അറിയുവാൻ കഴിയുന്നത് യഹോവയാകുന്ന ദൈവത്തിന് മാത്രമാണ്. യേശു കർത്താവിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിച്ചിരിക്കുന്നു. അതിൻ്റെ 1:14 ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. എങ്ങനെയുള്ള തേജസ്സാണ് ഞങ്ങൾ കണ്ടത്? ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ പിതാവിൻ്റെ തേജസ് എന്താണോ അത് ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ടു. പിതാവിൻ്റെ സ്നേഹവും കരുണയും പ്രീതിവാത്സല്യങ്ങളും കൃപയും ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ടു. അതാണ് 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പിതാവിൻ്റെ ഹൃദയം, പിതാവ് എത്രത്തോളം സ്നേഹവാനായിരിക്കുന്നു, പിതാവ് എത്രത്തോളം കരുണയുള്ളവനായിരിക്കുന്നു, പിതാവ് എത്രത്തോളം നമ്മെ വിചാരിക്കുന്നു, ഇതെല്ലാം പഴയ നിയമത്തിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങൾ ആരിൽ കണ്ടു? ക്രിസ്തുവിൽ കണ്ടു. അതാണ് ക്രിസ്തുവിന്റെ മഹത്വമെന്ന് യോഹന്നാൻ പറയുക. എന്നാൽ അത് മാത്രമല്ല, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മാത്രം മഹത്വമായി കാണുവാൻ കഴിയുന്ന ഒന്നാണ് സകല ഹൃദയങ്ങളെയും അറിയുവാൻ കഴിയുന്ന കഴിവ്, അല്ലെങ്കിൽ ഒംനിഷൻസ്, സർവജ്ഞാനം. ആരെയും എല്ലാറ്റെയും ഒരു ചെറിയ കണിക വരെയും അറിയുവാൻ കഴിയുക. ശ്രദ്ധിക്കണം, ഞാനിവിടെ ഇപ്പം നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്നാ ചിന്തിക്കുന്നതെന്ന് ദൈവം അറിയുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുള്ള ചിന്ത എന്താണെന്ന് ദൈവത്തിനറിയാം. ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എന്നാ ചിന്തിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് ഇപ്പോൾ അറിയാം. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെല്ലാം എന്തൊക്കെ ചിന്തിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, അത് ദൈവത്തിനറിയാം. അല്ല, നമ്മൾ കർത്താവിൻ്റെ വരവ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടം എത്രയാണോ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ എത്ര ദിവസമുണ്ടോ, എത്ര ആഴ്ചകളുണ്ട്, എത്ര മണിക്കൂറുകളുണ്ട്, എത്ര വർഷങ്ങളുണ്ട്, എത്ര സെക്കൻഡ്സ് ഉണ്ട്, എത്ര മില്ലി സെക്കൻഡ്സ് ഉണ്ട്, ആ സകല സമയവും നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്തെന്ന് ദൈവത്തിനറിയാം. ഇപ്പൊ അറിയാം. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും അവരുടെ മരണം വരെയുമുള്ള ചിന്ത എന്താണെന്ന് ഇപ്പം ദൈവത്തിനറിയാം. മാത്രമല്ല, ലോകത്തിലുള്ള സകല ദൈവമക്കളും ഒരേ സമയം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥനയുടെ ആവശ്യം എന്തെന്ന് ദൈവത്തിന് വ്യക്തിപരമായി അറിയാം. അപ്പൊ ദൈവത്തിന്റെ അറിവെന്താ? ശ്രദ്ധിക്കണം, ഈ സമയം ലോകത്തിലുള്ള ആരൊക്കെ
നാളുകളൊക്കെ എത്രയോ ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാം പ്രാർത്ഥിക്കുമ്പം ഓരോരുത്തരുടെയും പ്രാർത്ഥന ആ ഒറ്റയൊരാളെ സകല ഭൂമിയിലും പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നതുപോലെ ആ ഒരാളിന്റെ പ്രാർത്ഥന സമ്പൂർണമായും കർത്താവിനറിയാം. ഈ അറിവ് യഹോവയാകുന്ന ദൈവത്തിന് മാത്രമുള്ള ഒരറിവാണ്. യെരമ്യാവിന്റെ പ്രവചനം 17:10 നമ്മൾ വായിക്കുന്നു, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിക്കുന്നു. The Lord searches the hearts and examine them. 1 രാജാക്കന്മാർ 8:40 ശലോമോൻ രാജാവിന്റെ ഒരു ദീർഘമാകുന്ന പ്രാർത്ഥനയാണ് ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പാപം ചെയ്ത് അന്യദേശത്ത് പോകുമ്പോൾ അവർ ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിന്നോട് അപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന, ആ സ്ഥലത്ത് അവർ കഴിക്കുന്ന പ്രാർത്ഥന, അവിടുന്ന് തൃക്കൺ പാർത്ത് അവിടുത്തെ ചെവി ചായിച്ച് കേൾക്കണമേ എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ശലോമോൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീ മാത്രമല്ലോ സകല 8:40 1 രാജാക്കന്മാർ 8:40 ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും. ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ നിന്നെ ഭയപ്പെടേണ്ടതിനും നീ ഓരോരുത്തരുടെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തരും അവനവന്റെ നടപ്പിന് പോലൊക്കെ ചെയ്തരുള്ളണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. അപ്പൊ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് യഹോവയാകുന്ന ദൈവമാണ്. ഇവിടെ യോഹന്നാൻ പറയുക, ആ അറിവ് ആർക്കുണ്ട്? യേശുവിനുണ്ട്. അപ്പോൾ യേശു കർത്താവ് സകലം അറിയുന്നു. സകലം അറിയുന്നല്ല, സകല മനുഷ്യരുടെയും ഹൃദയത്തെ അറിയാവുന്നവൻ ഒരാളേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്നുവെന്നും നമ്മുടെ ചിന്തകളെ അറിയുന്നുവെന്നും നാം ആരായിരിക്കുന്നു എന്ന് ആരുടെയും സാക്ഷ്യമില്ലാതെ ദൈവം അറിയുന്നു. എന്നെ നിങ്ങൾക്കറിയില്ല, നിങ്ങളെ എനിക്കും അറിയില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്ക് നമ്മെ അറിയത്തില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനെയോ അന്യോന്യം സമ്പൂർണമായിട്ട് അറിയത്തില്ല. എന്നാൽ യേശു കർത്താവിന് നമ്മെ മുഴുവനായിട്ടറിയാം. ദാവീദ് 139 സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാനൊരു വാക്കുച്ചരിക്കുന്നതിന് മുൻപേ, എൻ്റെ നാവിൽ അത് വരുന്നതിന് മുമ്പേ നീ അതറിയുന്നു. ഞാൻ പറയാൻ പോകുന്ന വാക്ക് എന്നാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വാക്ക് എൻ്റെ മനസ്സിൽ വരുന്നതിന് മുമ്പേ ആരറിയുന്നു? അങ്ങറിയുന്നു. എന്നിട്ട് പറയുക, നിന്നെ ഒളിച്ച് ഞാൻ എങ്ങോട്ട് പോകും? നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ?
ഞാൻ ഏറ്റവും അധോഭാഗത്ത് ചെന്ന് അവിടെ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും, ഇനി അത് മാത്രമല്ല, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. എനിക്ക് വേണ്ടി നിയമിച്ച ഒരു നാളും വരുന്നതിന് മുൻപേ എത്ര നാൾ എനിക്ക് വേണ്ടി ഉണ്ടെന്ന് അങ്ങേക്കറിയായിരുന്നു. എന്നിട്ട് പറയാ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. We must wonder as we come into the presence of the Lord. It is so wonderful. We must really wonder. The Lord who knows us the best, the Lord who knows me through and through, എന്നെ നന്നായി അറിയാവുന്ന, ഞാൻ ആരാന്നറിയാവുന്ന, എൻ്റെ ഉള്ളിലിരിക്കുന്ന കാപട്യം അറിയാവുന്ന, എൻ്റെ അശുദ്ധി അറിയാവുന്ന, എൻ്റെ വീഴ്ച അറിയാവുന്ന, എൻ്റെ പാപങ്ങൾ അറിയാവുന്ന, എന്നെ നന്നായി അറിയാവുന്ന ഈ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തിൽ ആരും എന്നെ ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കത്തുമില്ല. Nobody loves like the Lord Jesus Christ, even though He knows us through and through. നമ്മെ നന്നായിട്ട് അറിയുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുവിനെ പോലെ ആരുമില്ല. അതുകൊണ്ടാ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവരാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം ദൂതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ചെന്നെൻ്റെ സഹോദരന്മാരോട് പറയണം എനിക്ക് മുൻപായി ഗലീലയ്ക്ക് പോകാൻ. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, പത്രോസിനോടും പറയണം. അവനെ നന്നായിട്ട് അറിയാം, ആരാന്നറിയാം. പക്ഷേ കർത്താവിൻ്റെ മഹത്വം എന്താ? കർത്താവിൻ്റെ മഹത്വം ഇതാ, കർത്താവിന് നമ്മെ നാം അറിയുന്നതിനേക്കാളും നന്നായിട്ടറിയാം. എനിക്ക് എന്നെ അറിയുന്നതിനേക്കാളും നന്നായിട്ടറിയാവുന്നത് യേശുവിനാണ്. ഈ പുസ്തകത്തിൽ തന്നെ അതുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ പത്രോസിനോട് കർത്താവ് 3 പ്രാവശ്യം ചോദിക്കുന്നു. 21:15 യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ. ഉടനെ അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അടുത്ത പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? ഉടനെ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. 3-ാമതും ചോദിച്ചു, എന്നോട് പ്രിയമുണ്ടോ? അപ്പൊ പത്രോസിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ കാര്യം മനസ്സിലായപ്പോൾ മറുപടി വ്യത്യസ്തമാ. കർത്താവേ, നീ സകലവും അറിയുന്നു. എനിക്ക് നിന്നോട് പ്രിയമൊക്കെ ഉണ്ട് എന്നാ എൻ്റെ ചിന്ത. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല, അങ്ങേക്കേ അറിയത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് നാം കർത്താവിനെ അങ്ങ് അക്ഷയമായി സ്നേഹിക്കുന്നവരാ. അക്ഷയമായി നമ്മൾ സ്നേഹിക്കണം, അതാ ദൈവമക്കൾ. എന്നാൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ സ്നേഹം തണുത്തു പോകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഞാൻ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നെന്ന് എനിക്ക് തോന്നുന്ന സന്ദർഭങ്ങളിലും എന്നെ ഞാൻ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന ഒരുവൻ കർത്താവ്. എന്നാൽ അതിലേറ്റവും അത്ഭുതം, അങ്ങനെ അറിഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിക്കുവാൻ യേശുവിനെ പോലെ ആരുമില്ല. കാരണം എനിക്ക് വേണ്ടി ജീവൻ തന്നപ്പോൾ അതിനു മുൻപേ
ആ കർത്താവിന് അറിയായിരുന്നു ഞാൻ എന്തൊക്കെയാകും, ഞാൻ ഏതെല്ലാം നിലയിൽ ചിന്തിക്കും, ഞാൻ എന്തൊക്കെ പറയും, ഞാൻ ഏതെല്ലാം നിലകളിൽ ആയിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടെ തന്നെത്താൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന എൻ്റെ കർത്താവിന് എൻ്റെ ഹൃദയങ്ങളെ അറിയാം. അവിടുത്തെ മഹത്വത്തിൻ്റെ മുൻപാകെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ്, ആ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ് അവിടെ വന്ന ഒത്തിരി പേരുടെ ഹൃദയത്തെ, ആ വലിയ ആൾക്കൂട്ടത്തിൽ നിന്നിരുന്ന അനേകരുടെ ഹൃദയങ്ങളെ ഒരു നിമിഷം കൊണ്ട് കർത്താവ് അറിഞ്ഞു. എന്നിട്ട് യേശു എല്ലാവരെയും അറിയുക കൊണ്ട് നോക്കുക, ഒരു വലിയ കൂട്ടം വന്നു. അവര് പറയുന്നത് അവര് കർത്താവിനെ അറിഞ്ഞെന്ന, കർത്താവിനെ വിശ്വസിച്ചെന്ന. കാരണം ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം മറന്നു പോകരുത്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ എഴുതുകയാ, പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്ന ഒരു വാക്ക് 16-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യവും ആരും ചോദിക്കേണ്ട, കർത്താവിനറിയാം. എന്നാൽ ഇവിടെ യേശു കർത്താവ് ആ ഒരു വലിയ സമൂഹത്തെ കണ്ടിട്ട്, വിശ്വാസ സമൂഹത്തെ കണ്ടിട്ട്, അവിടെ അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, വിശ്വസിച്ചു. അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. പക്ഷെങ്കിൽ അവര് വിശ്വസിച്ചെങ്കിലും യേശു കർത്താവ് എന്ത് ചെയ്തില്ല? അവരെ വിശ്വസിച്ചില്ല. അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസം, it is a two-way traffic. True faith in the Lord is not a one-side. ഒരു വശത്തു മാത്രമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ട്രൂലി ബോൺ അഗെയിൻ ആയിട്ടുള്ളവർ, അവർ കർത്താവിനെ വിശ്വസിച്ചു എന്നെഴുതിയിരിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തെ വിശദീകരിപ്പാൻ വേദപുസ്തകം നൽകുന്ന ആ ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിപ്പാനായി കഴിയും. അവർ വിശ്വസിച്ചു, പക്ഷെ അവരെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവരടയാളം കണ്ടു. അടയാളം കണ്ടപ്പം അവർക്കൊരു വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസം ഏത് വിശ്വാസമാണ്? അത് കുറഞ്ഞ വിശ്വാസമൊന്നുമല്ല, ഭയങ്കര കൂടിയ വിശ്വാസമാണ്. എങ്ങനെയുള്ള വിശ്വാസമാണ്? അതിന്റെ അടുത്ത വാക്യം വായിച്ചേ. നോക്കിയ ഇപ്പൊ തൽക്കാലം നമ്മുടെ മനസ്സിൽ നിന്ന് ആ അധ്യായത്തിന്റെ ഡിവിഷൻ അങ്ങ് മാറ്റിക്കളക, അതില്ലെന്ന് അങ്ങ് ചിന്തിക്കുക. അപ്പൊ എഴുതി വരികയാണ്. യോഹന്നാൻ എഴുതിയപ്പോ അധ്യായം വാക്യമൊന്നും ഇല്ലായിരുന്നു. 5-ാം നൂറ്റാണ്ടിലാ ഒരു ക്രൈസ്തവ സന്യാസിയാ അധ്യായം ഉണ്ടാക്കിയത്. പിന്നീടാണ്, അതും കഴിഞ്ഞാണ് വാക്യങ്ങൾ ഉണ്ടാക്കിയത്. അന്ന്
5-ാം നൂറ്റാണ്ട് വരെ ഇതിന് വാക്യങ്ങളും അധ്യായവും ഒന്നുമില്ലായിരുന്നു. യോഹന്നാൻ എഴുതിയപ്പോൾ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒറിജിനൽ സെറ്റിങ്ങിലോട്ടൊന്ന് കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ വാക്യവും ഇല്ല, അധ്യായമില്ല. അപ്പം നമ്മൾ ചിന്തിച്ചു വന്നത്, വിശ്വസിച്ചു, ഒത്തിരി പേര് വിശ്വസിച്ചു. അടയാളം കണ്ടിട്ടാണ് വിശ്വസിച്ചത്. ചുമ്മാതല്ല വിശ്വസിച്ചത്, അടയാളം കണ്ടിട്ടാണ്. പക്ഷേ ഈ അടയാളം കണ്ട് അവർ വിശ്വസിച്ചത് എങ്ങനെയുള്ള വിശ്വാസമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുക. ആ വിശ്വാസം അവരെ രക്ഷിക്കുമോ? അതാ വിഷയം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം നല്ലതാ. ഫെയ്ത്ത് ഈസ് ഗുഡ്. പക്ഷേ the question is whether we have saving faith. രക്ഷപ്പെടുന്ന വിശ്വാസം നമുക്കുണ്ടോ? അതോ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വിശ്വാസമാണ്? അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വിശ്വാസം ഭയങ്കര വിശ്വാസമാ. മാനുഷികമായി നോക്കിയാൽ നമ്മൾ ഇപ്പോൾ പറയുന്നതിനേക്കാളും വലിയ വിശ്വാസം അത്. പക്ഷെ ആ വിശ്വാസം ദൈവപുത്രൻ സ്വീകരിച്ചില്ല. അതാ ക്വസ്റ്റ്യൻ. എന്താണ് ആ വിശ്വാസം? വായിച്ചേ. ആ നോക്കി. അപ്പോൾ ഈ പറഞ്ഞതിനെ ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യുകയാണ് യോഹന്നാൻ അവിടെ. ശ്രദ്ധിക്കണം, ആ നരേഷൻ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വന്നു, അടയാളം ചെയ്തത് കണ്ടിട്ട് ഒത്തിരി പേര് വിശ്വസിച്ചു. എന്നാൽ യേശുവോ സകലരെയും അറിയുകൊണ്ട് അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ്, ഞാൻ കാര്യം വ്യക്തമാക്കി തരാം എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിക്കണമെന്ന് മനസ്സ് വെക്കുന്ന യാതൊരു വ്യക്തിക്കും പഠിക്കാനായിട്ട് കഴിയും, മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പരീശന്മാരുടെ ഇത് ഇത്രയും പറഞ്ഞേച്ച് അടുത്തതായിട്ട് യോഹന്നാൻ പറയാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ജനങ്ങളെക്കാളും നല്ല സ്റ്റാൻഡിംഗ് ഉള്ള ഒരുവനെ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുക, അവരുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട്. എന്നിട്ട് അവൻ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? ഒന്ന് ചൊല്ലിക്കുക, അതിനെന്താ, ഒരു കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. ആർക്കെങ്കിലും ഒന്ന് തുടങ്ങാമോ? വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുള്ള ആർക്കെങ്കിലും? സർവശക്തിയുള്ള പിതാവായ ദൈവത്തിലും. അടുത്ത കമോൺ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, അത് നല്ല കാര്യ. പിന്നെ എന്തൊക്കെയുണ്ട്? പിതാവാകുന്ന ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ, പിന്നെ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ പെട്ടെന്ന് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വരട്ടെ. മരിച്ചവരുടെ പുനരുത്ഥാനം, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ന്യായവിധി, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുമെന്നുള്ളത്. സത്യം പറയാം, വിശ്വാസം പ്രമാണം നല്ലതാണ് കേട്ടോ. വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കാതലായ എല്ലാ കാര്യവും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് കാണാൻ പഠിക്കുന്നെങ്കിൽ നല്ലതാണ് എൻ്റെ അഭിപ്രായം. സഭായോഗത്തിന് വന്ന് ചൊല്ലിയില്ലെങ്കിൽ പോലും കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം പുസ്തകത്തിന്റെ ഉപദേശം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. ആകട്ടെ, ഭയങ്കര ഹൈ ഫെയ്ത്ത് അത്. പക്ഷെ ആ ഫെയ്ത്ത്, ആ വിശ്വാസം രക്ഷിക്കുമോ? ഇവിടെ നമ്മൾ കാണുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ.
അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. റബി, ഓ ഒന്ന്, റബി അങ്ങ് ദൈവത്തിന്റെ അടുക്കെന്ന് വന്നേക്കുന്ന ആരാ പറയുന്നതെന്ന് ചിന്തിച്ചോണം. യഹൂദന്മാരുടെ പ്രമാണിമാരിൽ ഒരുത്തം വന്നേച്ച് പറയുക, ഞങ്ങൾക്കറിയാം അങ്ങ് ആരാ, ദൈവത്തിന്റെ അടുക്കെന്ന് വന്നേക്കുന്നവനാ. 2, ദൈവം അങ്ങയോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. 3, അവന്റെ പറച്ചിലാ, അങ്ങനെ ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്നോ വിശ്വാസമല്ലേ? പക്ഷെങ്കിൽ കർത്താവിനോട് പറഞ്ഞത് കൊള്ളാം, വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷേ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. ഏത് വിശ്വാസമുള്ളവനാ? ഭയങ്കര വിശ്വാസമുള്ള ഒരു മനുഷ്യൻ. അവൻ ആരാണെന്നും അവൻ എന്താണ് അവനെ നിത്യതയിലേക്ക് കൊണ്ടുചെല്ലുന്നതുമെന്നാ യേശു കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, യേശു അവനോട്, കൊള്ളാം, നോക്കിയ കൊള്ളാം മോനെ. യഹൂദന്റെ പ്രമാണിമാരിൽ നിന്നൊരുത്തം വന്നിട്ട് ഇത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? നമ്മളൊക്കെ ഇപ്പം നാട്ടിൽ മിക്കവരുടെയും പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മകഥ എഴുത്ത, ക്ഷമിക്കണം, ആത്മകഥ എഴുതുന്ന എഴുതിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആത്മകഥ എഴുതുമ്പം അവതാരിക എഴുതാൻ ഏറ്റവും വലിയ ആൾക്കാരെ തപ്പിപ്പിടിക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവനുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടായിരുന്നില്ല, എന്തൊരു സംഭവമായി പോയല്ലേ അല്ലേ? അടുത്ത ദിവസം ഇവൻ എങ്ങനെയും ഒരു സ്റ്റേജ് ഒപ്പിച്ചേച്ച് പറഞ്ഞേനെ, കമോൺ, ഞങ്ങളുടെ സന്നിധ്രീൻ സംഘത്തിൽ ഒരു പാസ്റ്റേഴ്സ് സെമിനാർ ഉണ്ട്, ദയവായിട്ട് വന്നെന്ന്. പക്ഷെ യേശുവിന് അത് വിഷയമല്ല. യേശു പറയുന്നേ, ഓക്കെ, യേശു അവനോട് ഉത്തരം പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ എന്തു പറ്റുകയില്ല. അയ്യോ എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെങ്കിൽ വീണ്ടും ജനിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസം നിന്റെ ഹൃദയത്തിലില്ല. അതില്ലാതെ ഏതു വിശ്വാസം ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വീണ്ടും ജനിപ്പിക്കുന്ന വിശ്വാസം ഒരുവനിലില്ലെങ്കിൽ, ഒരുവൻ ദൈവ പൈതലല്ലെങ്കിൽ, അവൻ ഏതു വിശ്വാസം പിടിച്ചാലും, അവന് വിശ്വാസത്തിന്റെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഞാൻ ഉപവസിച്ചപ്പോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇതെനിക്ക് തന്നു, ഞാൻ ഇന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അത് ദൈവം എനിക്ക് തന്നു, ഞാൻ ആരാധിച്ചപ്പോ കണക്കില്ലാതെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട്, ഒരുപാട് പറയാനുണ്ടാകും. പക്ഷെങ്കിൽ എന്നെയും നിങ്ങളെയും വീണ്ടും ജനിപ്പിക്കുന്ന വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവൻ, അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവിടുത്തെ കണ്ണിന് മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി
വെള്ളോടിന് സദൃശ്യമാകുന്ന കാലുകളുള്ളവനായി, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ മുഖമുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി സഭയുടെ നടുവിൽ ഉലാവുന്ന ക്രിസ്തു ഓരോ ഹൃദയങ്ങളെയും ശോധന ചെയ്യുമ്പോൾ വീണ്ടും ജനിപ്പിക്കുന്ന വിശ്വാസമില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശനമില്ല. നാം സഭയിൽ വന്നിട്ടുണ്ടാകാം, നാം വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടാകാം, നാം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ പുതുതായി ജനിക്കാതെ സ്വർഗരാജ്യം കാണുവാൻ, അതിൽ കടക്കുവാൻ കഴിയുന്നതല്ല. ആ വിശ്വാസം എന്നിലുണ്ടോ എന്നുള്ളതാ വിഷയം. അടയാളങ്ങൾ കണ്ടിട്ട് യേശു വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞ്, യേശു കൊള്ളാമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ ഒപ്പം കൂടിയാൽ കാര്യം നന്നായി പോകുമെന്ന നിലയിൽ ഒരു വലിയ സമൂഹമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ആ സമൂഹം രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം? നമുക്കറിയാൻ പറ്റും. അതാ ഏറ്റവും സന്തോഷകരമാകുന്ന വസ്തുത. ഞാൻ ആ കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രണ്ട് നിലയിലുള്ള വിശ്വാസമുണ്ട്. ഒന്ന് സേവിങ് ഫെയ്ത്ത്, മറ്റൊന്ന് ഭയങ്കര വളരെ ഉന്നതമാകുന്ന ആ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുവാൻ കഴിയുന്ന കാര്യം. നിക്കോദീമോസ് പറഞ്ഞ കാര്യം ആർക്ക് വേണേലും പറയാം. ഞാൻ അതിനു മുമ്പേ വിശ്വാസ പ്രമാണം എടുത്തു പറഞ്ഞു. അത് ചൊല്ലാൻ ആർക്കും കഴിയും. അത് കാണാതെ പഠിച്ചാൽ അത് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെങ്കിൽ അതുകൊണ്ടൊരുവൻ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല, പോകത്തുമില്ല. പിന്നെ എന്താണ് സ്വർഗരാജ്യത്തിൽ പോകുന്ന വിശ്വാസം? ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. വിശ്വാസം പലതരങ്ങളിലുണ്ട്. ഒരു വിശ്വാസം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ഹൈ ഫെയ്ത്താ. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. സ്വർഗരാജ്യം വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടതാ മനുഷ്യന് സദൃശ്യം. അതിനകത്തൊരു കാര്യം പ്രത്യേകിച്ചുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ നോക്കി അവർക്ക് വചനമൊക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. താൽക്കാലികമായി വചനത്തിങ്കിൽ അവരെന്ത് ചെയ്യും? സന്തോഷിക്കും. പക്ഷെങ്കിൽ അവർക്ക് എന്തില്ല? അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കും. പരീക്ഷാ സമയത്ത് അത് ട്രൂ ഫെയ്ത്ത് അല്ല. കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുമ്പം വലിയ വിശ്വാസമാണ്. കാര്യങ്ങൾ പ്രതികൂലമാകുമ്പം അത്രയും വിശ്വാസമില്ല. സൗകര്യങ്ങളും സാവകാശവും ഉണ്ടെങ്കിൽ കൂട്ടായ്മയ്ക്ക് വേണേ വരാം. അല്ല, എന്തെങ്കിലുമൊക്കെ ദശാംശവും ഒക്കെ ചെയ്യണമെങ്കിൽ ഞാനങ്ങ് ചെയ്യാം. പിന്നെ എപ്പോഴും ഒന്നും അതിന് സൗകര്യം എനിക്ക് ഉണ്ടായെന്ന് വരത്തില്ല. പ്രിയപ്പെട്ടവരെ, അത് വരികയോ വരാതിരിക്കുക, അത് മറ്റൊരു വിഷയം. ഒരാൾ വരാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കതിനെ വിധിക്കാൻ അവകാശമില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരു പൊതുവായ കാര്യം പറഞ്ഞ, ആ മനോഭാവം പറഞ്ഞെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടായ്മയ്ക്കും വരുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നും അല്ല ഞാൻ പറയുന്നത്. അതുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ വിശ്വാസം ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിൽ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ യേശുവിലുള്ളതാകുന്ന ആശ്രയം ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും കർത്താവിനെ മുറുകെ പിടിക്കാൻ കഴിയുന്ന വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ചാണ് റോമാലേഖനം നമ്മൾ വായിച്ചത്. നിന്റെ നിമിത്തം ഞങ്ങളെ അടുക്കാനുള്ള
ആടുകളെ പോലെ എണ്ണുന്നു, ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. എങ്കിലും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിനൊന്നിനും ഞങ്ങൾക്ക് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിപ്പാൻ ഇതിനൊന്നിനും കഴിയത്തില്ല. ആ വിശ്വാസം നിത്യതയിൽ കൊണ്ടുവന്നെത്തിക്കും. ആ വിശ്വാസമേ നിത്യതയിൽ കൊണ്ടുവന്നെത്തിക്കുകയുള്ളൂ. അപ്പൊ തൽക്കാലം വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അതിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, 30-ാം വാക്യം, 8:30. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പം, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്ത് ചെയ്തു? കാരണം എത്ര വിശ്വാസയോഗ്യമായ വചനങ്ങളാ. പക്ഷെങ്കിൽ 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം കർത്താവ് ഇവരെ വിളിക്കുകയാ. എന്താ വിളിക്കുന്നേ? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ആരെയാ വിളിച്ചത്? വിശ്വാസികളെ. യേശു ഇങ്ങനെ സംസാരിച്ചത് കേട്ടപ്പോ അവനിൽ വിശ്വസിച്ചവരെ യേശു വിളിക്കുക, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഇനിയും ഈ വിശ്വാസികളുടെ തനി നിറം 59-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. നോക്കുക, അപ്പോൾ അവർ അവനെ എറിയുവാൻ. ആരാ? വിശ്വസിച്ചവർ. വിശ്വസിച്ചവർ. അവർ എന്ന് പറഞ്ഞേക്കുന്ന മോളി പറഞ്ഞേക്കുന്നവരാ. നോക്കണം, ഈ വിശ്വസിച്ചവർ യേശുവിനെ എറിവാൻ കല്ലെടുത്തു. വേറൊരു കൂട്ടരുണ്ട്. യോഹന്നാൻ 12:42. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും, പക്ഷെ ആ വിശ്വാസവും കേട്ടാൽ നമുക്ക് തോന്നും ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ അടുത്ത വാക്യം വളരെ വ്യക്തമാണ്. വിശ്വാസമൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ വേണം. അത് വിട്ടേച്ചുള്ള കളിയൊന്നും വേണ്ട. ദൈവത്താലുള്ള മാനത്തെക്കാളും മനുഷ്യരാലുള്ള, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഒരിക്കലും ഒരു പ്രിയപ്പെട്ടവനെ അറിയായിരുന്നു. ഒരു സമയത്തേക്ക്, നിങ്ങളിൽ ചിലർക്കും അദ്ദേഹത്തെ അറിയാം, അതുകൊണ്ട് ഞാനങ്ങ് വേഗമായിട്ടങ്ങ് പറഞ്ഞു പോകാം. വളരെ ഉത്സാഹത്തോടെ മീറ്റിങ്ങിന് വരും, ബൈബിൾ ക്ലാസ്സിനും എല്ലാ മീറ്റിങ്ങിനും വരും. പക്ഷെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പം ഒന്ന് കയ്യിലൊരു റിങ് കയറ്റി അങ്ങോട്ട്. ഇവിടെ വരുമ്പോ ഇല്ല, റിങ് ഇട്ടോ ഇല്ലയോ അതിനേക്കാളും വലിയ വിഷയം, ഇവിടെ വരുമ്പോ റിങ് ഊരിയിട്ടേച്ച് വെളിയിലിറങ്ങുമ്പോ റിങ് ഊരിയിടുന്ന പരിപാടി എന്നോ പരിപാടിയാ. അത് വല്ലാത്തൊരു പരിപാടിയാ. നിങ്ങൾ റിങ് ഇട്ടോ ഇല്ലയോ അതൊന്നും എന്റെ വിഷയമല്ല. അവിടെ ചെല്ലുമ്പം ക്നാനായ പള്ളിയിലും പോവും. അവിടെ ചെല്ലുമ്പം പക്ക ക്നാനായക്കാരൻ. ഞങ്ങളുടെ തൊമ്മിച്ചായൻ അന്ന് സത്യം ചെയ്തപ്പോ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ. തൊമ്മിച്ചായൻ ആരാന്നറിയോ? എനിക്ക് കുറച്ച് സഭാചരിത്രം അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അവര് പ്രമാണികൾ തന്നെയും അനേകർ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ ഏറ്റുപറയുവാൻ ലോകത്തിന്റെ മാനത്തെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണാൻ കഴിയാത്ത വിശ്വാസം സ്വർഗരാജ്യത്തിൽ കൊണ്ടുവന്നെത്തിക്കുകയില്ല. അതുകൊണ്ടാണ് മോശയുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. മിസ്രയീമിന്റെ നിക്ഷേപത്തെക്കാളും ദൈവജനത്തോടുകൂടെ
കഷ്ടമനുഭവിക്കുന്നത്. അപ്പൊ അതാ വലിയ കാര്യം. ട്രൂ ഫെയ്ത്ത് പിന്നെ പള്ളിയും പട്ടക്കാരനും ഒന്നും പിന്നെ വിഷയമാകില്ല. പള്ളിയും പട്ടക്കാരനും സത്യം പറഞ്ഞാൽ അതിനോട് എഗ്രി ചെയ്യാം. അല്ല, തെറ്റ് പറഞ്ഞാൽ നോ, അങ്ങനല്ല പുസ്തകം പറയുന്നതെന്ന് പറഞ്ഞിട്ട് പള്ളി വിടാൻ വേണമെങ്കിൽ തയ്യാറാകുന്നതാ ട്രൂ ഫെയ്ത്ത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അതാ സംഭവിച്ചത്. അവർ മനുഷ്യരാലുള്ള മാനം ദൈവത്താലുള്ള മാനത്തെക്കാളും, എന്നാൽ ട്രൂലി കർത്താവിനെ വിശ്വസിച്ചാൽ എന്നാ സംഭവിക്കുന്നേ? ഇവിടെ ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ വായിച്ചതാകുന്ന ആ വേദഭാഗം ഒന്ന് വായിച്ചേ. യെസ്. വിശ്വസിച്ചു. അപ്പോൾ ഈ വിശ്വസിച്ചവരെ എല്ലാവരെയും യേശു അറിഞ്ഞു. അവരുടെ വിശ്വാസം ശരിയായിട്ടുള്ളതല്ലെന്ന് അറിയാവുന്ന കർത്താവ് തന്നെ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അപ്പൊ അതൊന്നും തിരിച്ചിട്ടേ, നാം കർത്താവിനെ യഥാർത്ഥമായി വിശ്വസിച്ചാൽ, നാം ട്രൂലി ദൈവമക്കളാണെങ്കിൽ, ഇവിടെ ലഭിക്കുന്ന വാഗ്ദത്വം ഒന്ന് ശ്രദ്ധിച്ചേ. God, the very God of very God, entrusting himself to a creature like me, ഒരു സൃഷ്ടിയാകുന്ന എന്നിലേക്ക് തന്നെത്താൻ വിശ്വസിച്ചേൽപ്പിക്കുന്നു. വാക്യങ്ങളുണ്ടോ? ഉണ്ട്. അത് വായിക്കാനേ സമയമുള്ളൂ. 15:14-15 വായിച്ചേ, പെട്ടെന്ന് വായിക്കാം. മറ്റൊരാള് സങ്കീർത്തനം 25:14. നോക്കിയ ഇപ്പൊ നിങ്ങൾ ആരാ? ഇപ്പൊ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാ. എനിക്ക് നിങ്ങളെ അങ്ങ് ഭയങ്കര വിശ്വാസമാ, സന്തോഷമാണ്. നിങ്ങളെ ഇനി ഞാൻ ദാസന്മാരെന്നല്ല പറയുന്നത്. കാരണം യജമാനൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും എന്താണെന്ന് ആരറിയുന്നില്ല? ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ എന്നാ ചിന്തിക്കുന്നതെന്നും ഞാൻ എന്നാ പറയുന്നതെന്നും നിങ്ങളോട് ഞാനും പറയുക. അതുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങളെ ഞാൻ എന്താ വിളിക്കാൻ പോകുന്നേ? എൻ്റെ സ്നേഹിതന്മാർ. എൻ്റെ സ്നേഹിതന്മാർ ആര്? സകലത്തെയും അറിയുന്ന, ഹൃദയത്തെ അറിയുന്ന, സർവജ്ഞാനിയാകുന്ന, സർവശക്തനാകുന്ന, സകലത്തെയും ഒരു വാക്കുകൊണ്ട് ഉളവാകട്ടെ എന്ന് പറഞ്ഞ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന, എന്നെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന, എന്നെ ഇപ്പോൾ കരുതി വഴി നടത്തുന്ന, എൻ്റെ ആലോചനകളെ അറിയുന്ന, എൻ്റെ ചിന്തകളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന, ഇനിയും എന്നെ ചേർപ്പാനായി മേഘങ്ങളിൽ തേജസ്സോടെ മടങ്ങി വരുന്ന, ഈ ഭൂമിയിൽ സകലത്തെയും അടക്കി വാഴുവാനായി രാജാവായി വരുന്ന എൻ്റെ ആത്മമണവാളൻ എൻ്റെ സ്നേഹിതനാണ്. ഇനി ഞാൻ നിങ്ങളോട് ദാസന്മാരെന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ I entrust myself to you. What I feel, what I think, I tell you, my friend. ഇതല്ലേ പഴയ നിയമത്തിൽ വായിക്കുന്നത്? സോദോമിനെ നശിപ്പിക്കാനായിട്ട് യഹോവയാകുന്ന ദൈവം ഇറങ്ങി വന്നപ്പം ഒരു കാര്യം അബ്രഹാമിനോട് പറയുക, എനിക്കൊരു കാര്യം ചെയ്യാൻ ഞാൻ മനസ്സ് നിർണയിച്ച ഇങ്ങോട്ട് വന്നത്, പക്ഷെ എനിക്കത് നിന്നോട് പറയാതെ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ കൺസിഡർ യു ആസ് മൈ ഫ്രണ്ട്. നിന്നെ എൻ്റെ സ്നേഹിതനായി ഞാൻ കരുതുകയാണ്. ഐ ട്രസ്റ്റ് യു. എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ കാരണം എന്നാന്നറിയാമോ?
അബ്രഹാം എന്താ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് നന്നായിട്ടറിയാം. ഇത് കേട്ട ഉടനെ അബ്രഹാം എന്താണ് ദൈവത്തോട് പറഞ്ഞതെന്ന് അവൻ പറയാൻ പോകുന്നതിന് മുൻപേ അവനെ നന്നായിട്ടറിയാവുന്ന ആ അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം പറയുകയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 25-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിൽ യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സഖിത്വം അനുഭവിപ്പാൻ കഴിയുന്ന, ദൈവം തന്നെത്താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന, ദൈവം എൻ്റെ സ്വന്തമാണെന്ന് പറയുവാൻ കഴിയുന്ന, ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമാണെന്ന് പറയുവാൻ കഴിയുന്ന വിശ്വാസമാണ് നിത്യതയിൽ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിശ്വാസത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. നമുക്ക് ചേർന്ന് ഒരു ഗാനം പാടി കർത്താവിന് മഹത്വം കരേറ്റാം. അതേ തുടർന്ന് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ കടന്നു പോകാം. ചില പല്ലവികൾ മാത്രം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അന്യദേശത്തു പരദേശിയാ മന്നേതിൽ കൂടാരവാസികളാ, അന്യദേശത്തു പരദേശിയാ മന്നീതിൽ കൂടാരവാസികളാ, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന, വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെ ഭദ്രമാം ജീവിതം വേറെയുള്ളോ, ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെ ഭദ്രമാം ജീവിതം വേറെ